ഹലോ, അസ്സലാമു അലൈക്കും. സൽമാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കുക്കിംഗ് വീഡിയോ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രീൻ പീസ് കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് കുറുമയ്ക്ക് നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഇട്ടിട്ടാണ് ഒരു കുറുമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീഡിയോ കയറുന്നില്ല കേട്ടോ. ഇടാത്തത് കൊണ്ട് തന്നെ 2-3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇട്ടത്. അതുകൊണ്ടാണ് കയറാത്തത്. അപ്പോൾ ഇനി ഉള്ളത് വെച്ചിട്ട് സ്ഥിരം നല്ല ഒരു 2 ദിവസം കൂടുമ്പോഴേലും ഉള്ളത് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ഇടണമെന്ന് കരുതുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറ്റ ബേക്കൊക്കെ പോകും. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങും ഉള്ളി ക്യാരറ്റും അല്ല തോലൊക്കെ കളഞ്ഞിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ്. ശരിക്കും കുറുമ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ നല്ലോണം ഒഴിച്ചിട്ടുണ്ടാക്കണം അല്ലേ. അപ്പോൾ അതിനൊക്കെ കുറേ പണിയെടുക്കണം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ആണ്. പക്ഷേ അതിന് ഒരുപാട് സമയം വേണം. തേങ്ങ ചിരവി അത് പിഴിഞ്ഞൊക്കെ എടുക്കുമ്പോഴത്തേന്. അപ്പം ഞാനെന്താ ചെയ്യുന്നത്, തേങ്ങ അരച്ചിട്ട് നല്ലോണം അരക്കുക. നല്ലോണം നൈസാക്കിയിട്ട് അരച്ചുകൊണ്ട് നമ്മൾ തേങ്ങാപ്പാൽ പറഞ്ഞ പോലെ തന്നെ അത്രയ്ക്ക് ഇതിലുണ്ട് അരച്ചെടുക്കണം. അങ്ങനെയാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും വർത്താനം എന്താ, സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും വിവരങ്ങളൊന്നും ഇതിൽ കൂടെ തന്നെ നമ്മൾ അറിയുള്ളൂ അല്ലേ. കമൻറ്റിലൊക്കെ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുക, അപ്പോൾ തന്നെ അറിയുള്ളൂ. ഞാൻ ഓരോരുത്തരുടെ വീഡിയോസും കാണാറുണ്ട് കേട്ടോ. പക്ഷെ കമൻറ്റ് എഴുതാൻ സമയം കിട്ടലില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇനി മുതൽ എല്ലാവർക്കും കമൻറ്റൊക്കെ ചെയ്യുക. എന്നെ എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ ഈ അടുപ്പുണ്ടല്ലോ, നമ്മളെ അടുപ്പ് ആദ്യം ഈ കളറല്ലായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആദ്യത്തെ വീഡിയോസിലൊക്കെ. നമ്മളെ അടുപ്പ് ചുവപ്പ് കളറായിരുന്നു. കാരണം ഇപ്പം കളറൊക്കെ ഒന്ന് മാറ്റി, മഴ പെയ്തിട്ട് ആകെ കിടന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി ഇപ്പം നമ്മൾ കറുപ്പാക്കിയിട്ടുണ്ട്. ചിലർക്കൊക്കെ ആ ചുവപ്പ് കളറാണ് ഇഷ്ടം. ആ പഴയ പോലത്തെ അടുപ്പാണ് പറഞ്ഞിരുന്നത് എല്ലാവരും. പഴയ കാലത്ത് അങ്ങനെയല്ല ഉണ്ടാക്കിയിരുന്നത്, ചുവപ്പ് കളറാക്കിയിട്ട് ചുവന്ന മണ്ണൊക്കെ തേച്ചിട്ട്. അപ്പോൾ അത് ഞാനൊന്നാണ് മാറ്റി കൊടുത്തതാണ്. ഇത് മാറ്റണമെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാമല്ലോ. കളറ് മാറ്റണമെങ്കിൽ ഒന്നും ഒരു ഇതുമില്ല. അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ ചൂടായിട്ട് ചട്ടിയിലല്ല കുടുക്കിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ പട്ടയും ഗ്രാമ്പെല്ലൊക്കെ ഒരു ബേ ലീഫൊക്കെ ഇട്ട് കൊടുത്താണ്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങും ഉള്ളി ക്യാരറ്റും എല്ലാം ഇട്ടിട്ട് നല്ലോണം അരച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. കുറുമ ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാതെ തന്നെ കാരണം. പക്ഷേ നമുക്കൊരു വീഡിയോ വേണ്ടേ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു വീഡിയോ വേണ്ടേ. അല്ലാതെ അത് കുറുമ ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈ തേങ്ങ ഞാൻ പറഞ്ഞല്ലോ നല്ലോണം അരച്ചെടുക്കട്ടോ. അപ്പോൾ തേങ്ങ അരക്കുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. 2-3 പച്ചമുളകും പിന്നെ നമ്മളെ വലിയ ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം അരക്കണം. ഗ്രീൻ പീസ് ഞാനിതാ കുക്കർ തന്നെ വേവിച്ചെടുത്തേക്കാണ്. അതായിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി അല്ല കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. ഗരം മസാല ഇട്ടുകൊള്ളു.
മല്ലിച്ചപ്പ് ഇല്ല കേട്ടോ. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് കുറച്ച് കറിവേപ്പില അധികം തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം തിളച്ചിട്ട് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തു. നമ്മൾ അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ്. ലാസ്റ്റ് ഇതാ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കണ്ടിട്ടില്ല. കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മളെ കറി ഇവിടെ ആയി. അപ്പോൾ ഞാനിതിക്ക് നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്.